ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തി, പൂരി, ദോശ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാബേജ് കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ക്യാബേജ് കുറുമ നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ഏലക്കയും 3 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ ഒരെണ്ണം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ആ സവാളയും കൂടി. സവാളയും ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. കളറ് മാറണം എന്നുള്ള ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ സവാള നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം 1 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു ക്യാബേജ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. 1 കപ്പ് അളവിൽ തന്നെ കുതിർത്തെടുത്ത ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്, ആ ഗ്രീൻ പീസും കൂടി ചേർക്കാവുന്നതാണ്. ഗ്രീൻ പീസും ക്യാബേജും ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ക്യാബേജ് എല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം, ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ തക്കാളിയും ക്യാബേജും ബീൻസും ഒക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടട്ടെ. ആദ്യം ഒരു 30 സെക്കൻഡ് മാത്രമേ ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുള്ളൂ. നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. 1 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി. ഇനി വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ക്യാബേജ് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറിക്കിട്ടും. നമ്മുടെ ഈ കുറുമയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞ കളർ ആവശ്യമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി അല്പം ചേർക്കാവുന്നതാണ്. ക്യാബേജ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം, കാരണം ക്യാബേജിനൊരു റോ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അത് മാറി കിട്ടാനാണ് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട്. മിക്സിയുടെ ഒരു ചെറിയ ജാറെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ വേണം എടുക്കാനായിട്ട്. കൂടെ തന്നെ ചെറിയൊരു പീസ് കറുവാപ്പട്ടയും കൂടി. ഇനി വേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. ഇതിനോടൊപ്പം ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്കിനി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മുടെ ഈ ഗ്രീൻ പീസ് വേകാനായിട്ട് എത്ര വിസിലാണോ വേണ്ടത് അത്രയും വിസിൽ വരെയാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ഈ കുക്കറിൽ 3 വിസിൽ വരുമ്പോഴാണ് നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു 3 വിസിൽ വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു 3 വിസിലാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഇതിൽ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുടൻ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്നൊന്ന് പോകട്ടെ, അതിനുശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ക്യാബേജ് കുറുമയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുവരെ ഇതുപോലൊരു കുറുമ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.